എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പം ഈ ഫെബ്രുവരി ഇൻടേക്ക് 2025 ഫെബ്രുവരി മാർച്ച് ഇൻടേക്കിൽ നമ്മൾ വഴി ചെയ്ത ആൾക്കാർക്കെല്ലാം തന്നെ 100% സക്സസ് റേറ്റ് ഉണ്ട്. മുഡ്രോക്ക് യൂണിവേഴ്സിറ്റി, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അഡലേഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പിള്ളേർ വന്നത്. മീൻസ് അഡ്മിഷൻസ് കിട്ടിയത്. അവരെല്ലാവരും ഫെബ്രുവരിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ ആണ് അവരുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് മാർച്ചിലാണ്. സെപ്റ്റംബറിലൊരു ചെറിയ ഇൻടേക്ക് ഉണ്ട്, എങ്കിൽ തന്നെ മാർച്ചിലാണ് എല്ലാ യൂണിവേഴ്സിറ്റീസും പിള്ളേരെ എടുക്കുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കോഴ്സിന് വരണം, ഡിപ്ലോമയ്ക്ക് വരണോ, ചെറിയ കോഴ്സുകളെടുത്ത് വരാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ എത്താൻ പറ്റുമോ, എന്തെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ, അങ്ങനെയുള്ളതിന് ഉള്ള ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രോപ്പറായിട്ട്, അതായത് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. ചെറിയ കോഴ്സ്, ഡിപ്ലോമ കോഴ്സുകളൊന്നും പറ്റത്തില്ല. അതുപോലെ നേഴ്സസിന് GCAN പോലുള്ള കോഴ്സുകൾക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. 2 വർഷത്തെ കോഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പോയിൻറ്റും PR ലോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. 2 വർഷത്തെ കോഴ്സ് പഠിക്കണം. 2 വർഷത്തെ കോഴ്സിനെ വിസ കിട്ടത്തുള്ളൂ. അതും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ വിസ കിട്ടത്തുള്ളൂ. അപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കോളേജുകളുണ്ട്. പക്ഷേ വിസ കിട്ടുന്നതെല്ലാം നല്ല യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്താലേ വിസ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു കാര്യം ഈയിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പം ഓസ്ട്രേലിയയിലെ മെയ്റ്റ്സ് വിസ, പിന്നെ വർക്കിംഗ് ഹോളിഡേ വിസ, അങ്ങനെ പല പുതിയ വിസയിൽ അവർ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങനെ ലോട്ടറി സിസ്റ്റത്തിലൂടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയ്റ്റ്സ് വിസയ്ക്കകത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അവരുദ്ദേശിക്കുന്ന ചില ഫീൽഡുകൾ, അഗ്രികൾച്ചർ ടെക്നോളജി, മൈനിങ്, എൻജിനീയറിങ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഫിനാൻഷ്യൽ ടെക്നോളജി, ഇങ്ങനെയുള്ള ഫീൽഡ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ഒരു ഫീൽഡിലാണ് ആൾക്കാരെ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പഠിത്തം, നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒബിയസ്ലി സോഷ്യൽ വർക്കറും ഹെൽത്തും നേഴ്സിങ്ങും എല്ലാം വളരെ ഹൈ ഡിമാൻഡാണ്. അതല്ലാതെ ഈ എൻജിനീയറിംഗ് മേഖലകളിലും മൈനിങ് മേഖലകളിലും ഉള്ള ജോലി ചെയ്യുന്നവർക്ക് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് കോഴ്സുകൾ, ഫൈനാൻഷ്യൽ ടെക്നോളജി വരുന്ന കോഴ്സുകൾ, അഗ്രികൾച്ചർ ടെക്നോളജി വരുന്ന കോഴ്സുകൾ, ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള PR അസിസ്റ്റൻസ്, നാട്ടിൽ നിന്ന് നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് യാതൊരു സർവീസ് ഫീസും ഈ കോഴ്സിൻ്റെ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ മേടിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഏത് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, പേരൻസിന് ITR വേണോ, എത്ര സാലറി ഉള്ളവർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഭയങ്കര ഹൈ ആണ്. നല്ല യൂണിവേഴ്സിറ്റീസ് എല്ലാം നല്ല ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഉള്ള പിള്ളേർക്ക് മാത്രമേ വിസ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോട്ടയം ഓഫീസിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അവർക്ക് 100% സക്സസ് ആണ് ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിലുള്ളത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും കോട്ടയം ഓഫീസിന് ചെയ്തു തരും. പേരൻസിനും പിള്ളേർക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ വെൽക്കം. നിങ്ങൾക്ക് കോട്ടയം CMS കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നത്. അപ്രൈറ്റ് മൈഗ്രേഷൻസ് ആണ് അതിൻ്റെ പേര്. ഇവിടെ അഡലേഡിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ വൺസ് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കും ചെയ്തു തരാൻ പറ്റും. കാരണം ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഇവിടുത്തെ രജിസ്റ്റേർഡ് മൈഗ്രേഷൻസ് ഏജൻസാണ്. 2015 തൊട്ട് ഞങ്ങളിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ പിള്ളേരെ വിടുന്നതിൽ ഒരു സേഫായിട്ടും ജെന്യൂനായിട്ടുള്ളൊരു ഏജൻസി നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് വളരെ ആക്സസിബിളാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂ നോക്കി അറിയാൻ പറ്റും. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്ത ആൾക്കാരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. എന്ത് കോഴ്സ് സ്ട്രീം, നിങ്ങളുടെ റിക്വയർമെൻറ്റ്, ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനും വിസ സക്സസ് റേറ്റ്, വിസയ്ക്ക് സക്സസ് റേറ്റ് ഉണ്ടോ, നിങ്ങൾ എലിജിബിൾ ആണോ, PR കിട്ടുമോ, ഇങ്ങനെയുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഹാപ്പി ടു ആൻസർ ചെയ്യും. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.